അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് ഇൻസ്റ്റഡ് ഹി ഫിക്സഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഫുഡ് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. അതായത് ഈ മംഗൂസ് അവൻ്റെ നോട്ടം ശരിയാക്കുന്നതിന് പകരം എന്താക്കി പെട്ടെന്ന് തന്നെ ഒരു അറ്റാക്ക് ഓപ്പൺ ചെയ്തു. അവിടെ തമ്മിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് ബാക്കിയിലേക്ക് കടക്കാം. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച് ഹി മെയ്ഡ് എ ഫെയിൻ ടു വൺ സൈഡ്. അതായത് വളരെ വേഗത്തിൽ കീരി എന്താക്കി പാമ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് കോബ്രയുടെ അടുത്തെത്തിയപ്പോൾ എന്താക്കി പെട്ടെന്നൊരു അറ്റാക്ക് അങ്ങ് നടത്തി, പെട്ടെന്നൊന്ന് അടിച്ചു. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക് ഹിസ് ഗ്രേറ്റ് ഹുഡ് കം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. അതായത് കോബ്രയുടെ മറ്റെന്താ പറയുക പത്തി ഉണ്ടല്ലോ ഈ ഹൂഡ്, അത് പെട്ടെന്ന് താഴേലേക്ക് വന്നു. അപ്പോൾ ഈ കുട്ടി വിചാരിച്ചു, ബനിയൻ ട്രീൻ്റെ മുകളിലിരിക്കുന്ന കുട്ടി വിചാരിച്ചു ഓക്കെ ഇനി ഒന്നും തന്നെ കീരിയെ രക്ഷിക്കാൻ പോകുന്നില്ല, കീരിൻ്റെ പണി കഴിഞ്ഞു, കഥ കഴിഞ്ഞു, അങ്ങനത്തെ രീതിയിലായിരുന്നു ഈ കുട്ടി ചിന്തിച്ചത്. പക്ഷെങ്കിൽ ബട്ട് ദ ലിറ്റിൽ ഫെല്ലോ ജമ്പ് നീറ്റ്ലി ടു വൺ സൈഡ്. അതായത് പെട്ടെന്ന് തന്നെ എന്താക്കി ഈ കീരി വേറൊരു ഭാഗത്തേക്ക് ചാടി ആൻഡ് ഡാർട്ടഡ് ഇൻ എ സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിങ് എവേ റീച്ച് അഗൈൻ. അതായത് കീരി എന്താക്കി പെട്ടെന്നൊരു ഭാഗത്തേക്ക് മാറിയിട്ട് എന്താക്കി ഈ കോബ്രയെ അതേ വേഗത്തിൽ തന്നെ അതിൻ്റെ പത്തിയുടെ പിറകിൽ കയറി വന്നിട്ട് ജസ്റ്റ് ഒന്ന് കടിച്ച് അതേ വേഗത്തിൽ തന്നെ അത് ഓടി മാറുകയും ചെയ്തു. അതായത് പെട്ടെന്നൊരു അറ്റാക്ക് നടത്തി പെട്ടെന്ന് തന്നെ ഈ കീരി അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. The moment the cobra struck, the crow and myna hurled themselves at him, only to collide heavily in midair, shrieking at each other. They returned to the cactus plant. അതായത് കോബ്ര അടിച്ച അതേ സമയത്ത് മൈനയും കാക്കി എന്താക്കി ഒരുമിച്ച് പറന്ന് വന്നിട്ട് കൂട്ടിയിടിച്ചു ആകാശത്ത് വെച്ചിട്ട്. എന്നിട്ട് പരസ്പരം അലറി വിളിച്ച് പിന്നെയും കാക്ടസിൽ തന്നെ പോയിരുന്നു. അതായത് ഒരു എന്താ പറയാൻ ഒരു ഫൈറ്റാണല്ലോ അവിടെ നടക്കുന്നത്, അതിനെ എൻകറേജ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ കാക്കയും മൈനയും കളിച്ചത്. A few drops of blood glistened on the cobra's back. The cobra struck again and missed again. The mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. അതായത് ഈ സമയത്ത് പാമ്പിൻ്റെ വിറകിലായിട്ട് ചോരത്തുള്ളികൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. രണ്ടാമതും കോബ്ര അടിച്ച് കൊത്താൻ നോക്കി. അപ്പം തന്നെ ഈ മംഗൂസ് എന്താക്കി വീണ്ടും ഒഴിഞ്ഞു മാറി, പിന്നെയും കൊത്താൻ നോക്കും, പിന്നെയും ഈ മംഗൂസ് ഒഴിഞ്ഞു മാറും. അങ്ങനെ തന്നെ അതേപോലെ തന്നെ മൈനയും കാക്കയും ഇതിനെ എൻകറേജ് ചെയ്യുക, അതായത് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ കാക്കയും മൈനയും ഇടയ്ക്ക് ഇങ്ങനെ പറക്കുക, കൂട്ടിയിടിക്കുക, തിരിച്ച് കാക്ടസിൽ പോയിരിക്കുക അവരുടെ സേഫ്റ്റിക്കായിട്ട്. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ തന്നെ നടന്നു. പക്ഷേ ദ തേർഡ് റൗണ്ട് followed the same course as the first but with one dramatic difference. അതായത് മൂന്നാമത്തെ റൗണ്ടിൽ ഇതേ സംഭവങ്ങൾ തന്നെ നടന്നു, പക്ഷെ കുറച്ചും കൂടി നാടകീയമായിട്ട്, അതായത് കുറച്ചും കൂടി ഡ്രാമാറ്റിക് ആയിട്ട് ആയിരുന്നു അത് അവസാനിച്ചത്. The crow and the myna, still determined to take the part in the proceedings, dived at the cobra, but this time they missed each other as well their mark. The myna flew on and reached its perch, but the crow tried to pull up in the mid-air, turned back. In the second that it took him to do this, the cobra whipped his head back and struck with a great force, his snout thudding against the crow's body. അതായത് മൂന്നാമത്തെ റൗണ്ടും ഇതേപോലെ നടന്നു, ഫസ്റ്റ് ഉള്ളതുപോലെ, പക്ഷെ കുറച്ചും കൂടി ഡ്രാമാറ്റിക് ആയിട്ട്. സാധാരണ പോലെ മൈനയും കാക്കയും തിരിച്ചു പോവാനിരിക്കെ പരസ്പരം കൂട്ടിയെടുക്കാൻ പറ്റിയില്ല. ആ മാർക്കും തെറ്റി, അവർ കൂട്ടിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് കൂട്ടിയിടിച്ചില്ല. മൈന തിരിച്ച് അതിൻ്റെ സ്ഥലത്ത് തന്നെ പോയിരുന്നു. പക്ഷെ കാക്ക തൻ്റെ ഭാഗത്തേക്ക് തിരിയാൻ ശ്രമിച്ച സമയത്ത് തന്നെ കോബ്ര തല പിറകിലേക്ക് വലിച്ച് ആഞ്ഞു കൊത്തി. വളരെ ശക്തിയിൽ പാമ്പിൻ്റെ തല കാക്കയുടെ ബോഡിയിലേക്ക് ഇടിച്ചു. അതായത് ഈ കാക്കയും എന്താ പറയുക മൈനയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറന്ന് വരുന്നുണ്ടല്ലോ, അപ്പോൾ മൈന തൻ്റെ ഭാഗത്ത് പോയിരുന്നു, പക്ഷെ കാക്ക ഇരിക്കുന്നതിന് മുന്നേ തന്നെ കാക്കക്ക് വളരെ വേഗത്തിൽ പാമ്പിൻ്റെ കയ്യിൽ നിന്നൊരു കൊത്ത് കിട്ടി. I saw the bird flung nearly 20 feet across the garden, where, after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again.
ഞാൻ മരത്തിൽ നിന്ന് കാണുന്നുണ്ട് കാക്ക ഏകദേശം 20 അടി നീളത്തിൽ പറന്ന് കുറച്ച് നേരം അവിടെ കിടന്ന് പിടഞ്ഞു, പിന്നെ മരിച്ചു. അതായത് ഈ പാമ്പിൻ്റെ കൊത്തിയ എന്താ പറയുക, ആ കൊത്ത് കിട്ടിയ നിമിഷത്തിൽ തന്നെ പാമ്പിൽ നിന്ന് എത്രയോ അകന്ന് അതങ്ങ് തെറിച്ച് പോയിട്ടുണ്ട്. പോയിട്ട് വീണപ്പോൾ തന്നെ കുറച്ച് നേരം പിടഞ്ഞിട്ട് അത് മരിച്ചു. മൈന ഇപ്പോഴും ആ മരത്തിൽ ഇരിക്കുകയാണ്, വളരെ ബുദ്ധിപരമായി പിന്തിരിഞ്ഞ്. അതായത് ഈ അടിയിൽ നിന്ന് ഇനിയും താൻ ഇവിടെ ഇരുന്നാൽ എന്താ പറയാന്, തനിക്കും കാക്കയുടെ അതേ അവസ്ഥയായിരിക്കും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു മൈനയിൽ നിന്നുണ്ടായത്. മൈന മരത്തിൽ തന്നെ ഇരുന്നു. ഇനി എന്തായാലും ഈ അടിയിലേക്ക് മൈന ഇടപെടൂല. The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short legs and was lighting snap had the big snake by the snout. The കോബ്ര ഇങ്ങനെ ഓരോ അടി കിട്ടുമ്പോൾ ക്ഷീണിച്ച് വരികയാണ്. പക്ഷെങ്കിൽ കീരി ഒരു പേടിയും ഇല്ലാതെ പാമ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ ചെറിയ കാലുകളിൽ നിവർന്നു നിന്നു. അതായത് എന്താ പറയുക, നിവർന്നു നിന്നു. അതിങ്ങനെ നിന്ന് പെട്ടെന്ന് തന്നെ എന്താക്കി, പാമ്പിൻ്റെ തല അതിൻ്റെ വായിലാക്കി. പെട്ടെന്ന് തന്നെ. കാരണം ഇനിയും പാമ്പ് വീക്കായിക്കുന്നേ ഉള്ളൂ, അതിൻ്റെ വായിൽ ഇപ്പിനും വിഷമുണ്ട്. അപ്പോൾ എന്താക്കി, കീരി ഫസ്റ്റ് തന്നെ വേഗം പോയിട്ട് അതിൻ്റെ തല അങ്ങ് വായിലാക്കി കളഞ്ഞു. The cobra writhed and lashed about in frightening manner, and even coiled itself about the mongoose, but all to no avail. അതായത് കോബ്ര ഇങ്ങനെ വേദന കൊണ്ട് പൊളയാണ്, ഇങ്ങനെ വേദന കൊണ്ട് എന്താ പറയുക, പെടഞ്ഞ് ഇതാക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ പേടിച്ചുകൊണ്ട് വളഞ്ഞ് പൊളഞ്ഞിട്ട് എന്താക്കി, ഈ മങ്കൂസിനെ ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യമില്ല, കാരണം എന്താ പറയുക, മങ്കൂസിൻ്റെ വായിലാണ് അതിൻ്റെ വായ ഉള്ളത്. അപ്പോൾ ഒരു കാര്യമില്ല ഇതിനെ ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ടൊന്നും. എന്താ വൃത്തരെന്ന് വെച്ചാൽ വേദന കൊണ്ട് പൊളഞ്ഞെന്നാണ് വരുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചു നിങ്ങൾ, ആവശ്യം വരും. The little fellow hung grimly on until the snake had ceased to struggle. അതായത് എല്ലാം സഹിച്ച് മൈനല്ല മങ്കൂസ് ഈ പാമ്പിൻ്റെ തല കടിച്ചു പിടിച്ചിരിക്കുക, എല്ലാം സഹിച്ച്. കാരണം എന്താ പറയുക, പാമ്പ് അടങ്ങുന്ന നേരം അങ്ങനെ തന്നെ നിൽക്കുവാണ്. കാരണം പാമ്പിൻ്റെ വിട്ടാൽ പാമ്പ് എന്തായാലും പോകുമെന്ന് അറിയാലോ. He then smelt along its quivering length and gripping the ground, the hood, dragged it in on the bushes. അതായത് എന്താ പറയാന്, ഈ പാമ്പ് മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ അവനെന്താക്കി, മണത്ത് നോക്കി. അത് ഈ ആനിമൽസൊക്കെ അങ്ങനെയാണല്ലോ, മണത്ത് നോക്കും. മണത്ത് നോക്കിയിട്ട് അതിന് ജീവനില്ല എന്ന് കണ്ടപ്പോൾ എന്താക്കി, അതിനെ പതിയെ അതിൻ്റെ പത്തിയിലേക്ക് കടിച്ചിട്ട് അതിനിങ്ങനെ പതിയെ കാട്ടിലേക്ക് കൊണ്ടുപോയി, ബുഷസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. The myna dropped cautiously to the ground, hopped about, peered in the bushes from a safe distance, and then with a shrill cry of congratulation and flew away. അതായത് മൈന ശ്രദ്ധാപൂർവം താഴത്തേക്ക് ഇറങ്ങിയിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ എത്തി നോക്കി എന്താ സംഭവിക്കുന്നതെന്ന്. എന്നിട്ട് എന്താക്കി, പെട്ടെന്ന് കീരിയെ അഭിനന്ദിച്ചുകൊണ്ട്, കീരി ജയിച്ചല്ലോ ഫൈറ്റിൽ, അപ്പോൾ കീരിയെ അഭിനന്ദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ മൈന അവിടുന്ന് പറന്നുപോയി. അപ്പോൾ അതാണ് സംഭവിച്ചത്. ആരാ ജയിച്ചതെന്നറിയാലോ, കീരിയാണ് പാമ്പുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിച്ചത്. യുദ്ധമല്ല, അവരെ ഫൈറ്റിൽ ജയിച്ചത്. When I had also made a cautious descent from the tree and returned to the house. ഞാനും വളരെ ശ്രദ്ധാപൂർവം മരത്തിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. I told the grandfather of the fight I had seen. He was pleased that mongoose had won. അതായത് ഞാൻ എൻ്റെ മുത്തശ്ശനോട് ഇക്കാര്യങ്ങളൊക്കെ കണ്ട ഫൈറ്റിനെ കൊണ്ട് പറഞ്ഞു. മുത്തശ്ശനും മങ്കൂസ് ജയിച്ചതിൽ വളരെ സന്തോഷമായിരുന്നു. He had encouraged it to live in the garden to keep away the snakes. അതായത് അയാളും പറഞ്ഞു, ഓക്കെ ആ കീരി ഇവിടെ താമസിച്ചോട്ടെ, എന്താണെന്ന് വെച്ചാൽ ഈ പാമ്പിനെയൊക്കെ അകറ്റി നിർത്താൻ നല്ലതാണല്ലോ. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് ദ സ്ക്രാപ്സ് ഫ്രോം ദ കിച്ചൺ. അതായത് കിച്ചണിൽ നിന്നുള്ള ബാക്കി വരുന്ന അവശിഷ്ടങ്ങളും അതിന് കൊടുക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞു. He had never tried to taming it because wild mongoose was more useful than a domesticated one. അതായത് അയാൾ അതിനെ ഇതുവരെ ഇണക്കി വളർത്താൻ ശ്രമിച്ചിട്ടില്ല, കാരണം കാട്ടിലെ കീരിയാണ് കൂടുതൽ ഉപകാരപ്രദമെന്ന് മുത്തശ്ശന് നല്ലപോലെ അറിയാം.
From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth. I knew he had been in the poultry house. അതായത് ഒരു ഇങ്ങനെ ബനിയൻ ട്രീയിലിരിക്കുമ്പോൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അതിങ്ങനെ നാല് ഭാഗത്തും ഇങ്ങനെ എന്താ പറയുക സേഫ് പെട്രോളിങ് നടത്തി ഇങ്ങനെ നടന്ന് നോക്കും എല്ലാ ഭാഗത്തും. പോരായിട്ട് ഒരു ദിവസം അതിനെ എഗ് ഇൻ ഹിസ് അവൻ്റെ മൗത്തിൽ വായിൽ എഗ്ഗും കൊണ്ട് പോകുന്നതും കണ്ടായിരുന്നു. അത് ഉറപ്പായും അത് വീട്ടിൽ നിന്ന് എടുത്തതാണെന്ന് ആർക്കറിയാം? ഈ കുട്ടിക്കറിയാം. ബട്ട് he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snake away from the house. അതായത് പക്ഷേ ഈ കീരി പക്ഷികളെ ഒന്നും ഉപദ്രവിക്കാറില്ല. ആൻഡ് അവനറിയാം എന്ത്, കുട്ടിക്കറിയാം എന്ത്, ഈ ഗ്രാൻഡ് മദർ ക്ഷമിച്ചോളും. എന്തിന്? ഈ കട്ടെടുക്കുന്നതിൽ നിന്ന് ക്ഷമിച്ചോളും. എന്തുകൊണ്ട്? കാരണം പാമ്പിനെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കീരിയോട് അമ്മൂമ്മ ക്ഷമിച്ചോളും.